നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്കൊരു പ്രചോദനമാണ്. ഒരുപാട് പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയം പാർലമെന്റിൽ അവതരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിന്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത്. തീർച്ചയായും ന്യായമല്ല, എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു രാഷ്ട്രീയത്തിനും ഈ മേഖലയിൽ ഒരു ഇടപെടലിനെ അതിനെ തടസ്സപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സാധ്യമായി നമ്മുടെ വടകരയുമായി കേന്ദ്രീകരിച്ച് ചെയ്യാൻ ഒരുക്കമാവേണ്ടതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ നിങ്ങൾക്ക് എല്ലാവരുടെ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ ഒരു വാക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, മറ്റാരെ ഏൽപ്പിച്ചാലും നിങ്ങൾ നോക്കുന്നത് പോലെ ആ മക്കളെ നോക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ കൈകളിലേക്ക് അവർ വന്നു ചേർന്ന് അവരെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും അവരെ അങ്ങനെ ഈ പറയുന്ന ദൈവത്തിന്റെ മക്കളെ പോലെ ഒരു 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 നിങ്ങളുടെ പൊന്നോമങ്ങൾ നിങ്ങൾ നോക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം. പ്രായം അവർക്ക് കയറുമ്പോൾ ശരീരത്തിന് അവർക്ക് ഭാരം കൂടുമ്പോൾ അവരുടെ നാളുകളിൽ എന്താവുമെന്നുള്ള ആശങ്കകൾ പലരുടെയും മനസ്സിലുണ്ടെന്നറിയാം. നമുക്ക് ഒരുമിച്ച് തന്നെ ആ ആശങ്കകൾക്കുള്ള ഉത്തരവും വടകരയിൽ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനും ഈ വൈദ്യുതി പ്രചോദനമാണ്. എംഎൽഎക്കും വൈദ്യുതിയും പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹാശംസകൾ. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.